Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷനോട് മാനേജ്മെന്റിനുള്ള അവഗണന അതേ രൂപത്തിൽ ഇവിടെയും കാണാം. അടിസ്ഥാന സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങളെല്ലാം ശോചനീയ അവസ്ഥയിലാണെന്നും PTA ഭാരവാഹികൾ പറയുന്നു. അഴിമതിയിലും അലംഭാവത്തിലും ഡോക്ടറേറ്റ് നേടിയവരാണ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജ്മെന്റുകാർ. ഒരു സംരംഭം നല്ല നിലയിൽ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് അവർക്കറിയില്ല. എന്നാൽ എങ്ങനെ അതിനെ കുളം തോണ്ടി നശിപ്പിച്ച് ഇല്ലാതാക്കാം എന്ന് നല്ല പോലെ അറിയുകയും ചെയ്യാം. അതിന്റെ ഉത്തമോദാഹരണമാണ് അയ്യമ്പുഴയിലെ കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. 1985 കാലങ്ങളിൽ 2000-ഓളം കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു എന്ന് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ വിശ്വസിക്കാൻ പ്രയാസം. ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളുമല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ഈ സരസ്വതി ക്ഷേത്രത്തിന് പറയാനില്ല. വന്യമൃഗഭീതി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ, അധ്യാപകരുടെ കുറവ് തുടങ്ങി പരാധീനതകൾ ഏറെയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെ അലംഭാവവും കെടുകാര്യസ്ഥതയുമാണ് ഇതിന് പിന്നിലെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് ഷാജി തളിയൻ പറയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂൾ ഏകദേശം ഒരു 50-55 വർഷം മുമ്പ് സ്ഥാപിതമായതാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു സ്കൂളാണ്. 2000-ൽ താഴെ കുട്ടികളുടെ ആരംഭിച്ചൊരു സ്കൂളാണ്. പക്ഷെ ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ സ്കൂളിൻ്റെ സ്ഥിതി. ഹയർ സെക്കൻഡറി ഉണ്ട്, സയൻസ് ബാച്ചും ഹ്യൂമാനിറ്റീസ് ബാച്ചുമുള്ള ഹയർ സെക്കൻഡറി ഉണ്ട്, UP LP ഉള്ള സെക്ഷനുണ്ട്. പക്ഷെ കുട്ടികളുടെ എണ്ണം താഴെ UPയിലും 1 തുടങ്ങി 10 വരെ ആകെ ഒരു 25ഓളം കുട്ടികളേ ഉള്ളൂ. ഹയർ സെക്കൻഡറി വിഭാഗം കൊണ്ടാണ് സ്കൂൾ നിലനിന്ന് പോകുന്നത് തന്നെ. പക്ഷേ ടീച്ചേഴ്സ് എല്ലാം ഡെയിലി വേജസാണ്. പെർമനൻ്റായ സ്റ്റാഫുകൾ ടീച്ചേഴ്സ് എല്ലാം തന്നെ പോയി. ആകെ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ തന്നെ റിട്ടയർഡ് ചെയ്ത് പോയിട്ട് പകരം സംവിധാനം ഒന്നും ആക്കാൻ സാധിച്ചിട്ടില്ല. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജ്മെൻറ്റിലാണ് ഈ സ്കൂൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്കാർ തലത്തിലൊന്നും ഇടപെടൽ നടത്തിയിട്ടൊന്നും ഒരു ഇതുമില്ല. MLA-യുടെ MP-യുടെ ഫണ്ടുകൾ വയ്ക്കുന്നതിന് അവർക്ക് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കാണുന്ന കെട്ടിടം എറണാകുളം ജില്ലയിൽ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ ഇത്ര വലിയൊരു ഓഡിറ്റോറിയം ഉണ്ടാകില്ല എറണാകുളം ജില്ലയിൽ. ഇന്നത് നശിച്ചു, ചോർന്നൊലിക്കുന്ന തരത്തിലാണ്. ഫിറ്റ്നസ് ഒന്നും ഇല്ലാതെ അത് നശിച്ചു പോയി. അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളം കുട്ടികൾക്ക് കുടിക്കുവാൻ ചാലക്കുടി പുഴയിൽ നിന്ന് നേരിട്ടടിച്ചു വരുന്ന കുടിവെള്ളമാണ്. ഈ വർഷക്കാലത്തൊക്കെ എന്ന് വെച്ചാൽ കലങ്ങി മറിയുന്ന പുഴയിലെ വെള്ളമാണ് വരുന്നത്. ഇവിടെ നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവന ചെയ്ത ഒരു പ്യൂരിഫയർ ഉണ്ടെങ്കിൽ പോലും ഈ പുഴയിലെ വെള്ളം നേരിട്ട് ആ പ്യൂരിഫയറിലെ തന്നെ, പക്ഷെ അത് കുട്ടികൾക്ക് കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് പരാതി. പെൺകുട്ടികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ടോയ്ലറ്റിൽ പോകാൻ, അതായത് ടീനേജ് വിദ്യാർത്ഥികളാണ് കൂടുതലുള്ളത്. അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള നല്ലൊരു ശുചിമുറികൾ പോലും ഇല്ല. അതൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. തികച്ചും ശോചനീയമായ അവസ്ഥ. അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സർക്കാർ തലത്തിലും അല്ലാതെയൊക്കെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ ഉന്നതി പ്രാപിച്ചും ഇതുപോലെ ഒരു സ്കൂള്, ഒരു ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് ഈ കേരളത്തിൽ എവിടെയും കാണില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ സ്കൂളിനെ ചുറ്റിപ്പറ്റി നമ്മൾ പരിശോധിച്ചറിയാം. കാട്ടാനയുടെ ശല്യമാണ് ഇവിടെ പോയി. സ്കൂളിൻ്റെ കഞ്ഞിപ്പുര തൊട്ട് താഴെയാണ്. 3 പ്രാവശ്യം ആ കഞ്ഞിപ്പുര ആന കയറി പൊളിച്ചതാണ്. യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വവും കുട്ടികൾക്കോ ഇവിടുത്തെ സ്റ്റാഫുകൾക്കോ ഒന്നുമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ ഒരു റിമോട്ട് ഏരിയയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ നിന്നുള്ളൊരു പരിഗണന ഈ സ്കൂളിന് നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഒന്നുകൂടി കാര്യക്ഷമമായി സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കണം. കുട്ടികൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. ഇവിടെ ഒരു നല്ല ലൈറ്റില്ല. ഇവിടെ വരുന്ന ആളുകൾ രാത്രി കാവലുള്ള സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്, നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ പരിമിതികൾ പറയുമ്പോൾ തന്നെ ഇവിടെ രാത്രി കാവലിൽ നിൽക്കുന്ന സെക്യൂരിറ്റി നമ്മളെപ്പോലെ മനുഷ്യരാണെന്നുള്ളത്. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള വെളിച്ചമൊന്നുമില്ല. കറണ്ട് പോയാൽ അത് ഇല്ല, വെള്ള സൗകര്യം അതിനില്ല. അങ്ങനെ തികച്ചും ഏറ്റവും മോശമായ ഒരു ഇതാണ്. അതായത് പണ്ട് കാലത്തെ നമ്മൾ ആദിവാസി കുടികളിൽ പോലും ഇങ്ങനെ ഒരു സ്കൂൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒക്കെ ശ്രദ്ധ ഈ സ്കൂളിലേക്ക് ഉണ്ടാകണമെന്നാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അധ്യയന വർഷം നമുക്ക് പോർഷൻ തീർക്കാത്ത, അതായത് അധ്യാപകരുടെ മികവ് കൊണ്ട് മാത്രമാണ് ഈ സ്കൂൾ നല്ല രീതിയിൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് പോകുന്നത്. നല്ല പുറമേയുള്ള സ്കൂളുകൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള സ്കൂളുകളെക്കാൾ മികച്ച
റിസൾട്ടാണ് ഇവിടെ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വരുന്നത്. കാരണം അത് ഡെയിലി വേജസായ അധ്യാപകരാണെങ്കിലും അർപ്പണബോധത്തോടെ കൃത്യമായി അവർ കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ള അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തിന് ബലത്തിലാണ് നമുക്കത്ര റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അധ്യാപകരുടെ മേന്മ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സ്കൂളിലേക്ക് അഡ്മിഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ വരുന്നുണ്ടെങ്കിലും ഇവിടെ വന്നു പെടുന്ന കുട്ടികളും അവരുടെ പേരൻസും ഇവിടെ യാത്രാ സൗകര്യം ഇവിടെ സ്കൂളിലെ ഭൗതികമായ സൗകര്യക്കുറവൊക്കെ കാണുമ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ്. അങ്ങനെ ഈ സ്കൂൾ നാൾക്ക് നാൾ അധംപതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് ആ കൈകാര്യത്തിലെ ഒരു പോരായ്മ ഇവിടെയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ, വിദ്യാഭ്യാസപരമായ ഒരു സൗകര്യം ഒരുക്കുന്നതിൽ കോർപ്പറേഷൻ തികഞ്ഞ ഉദാസീനതയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ സയൻസ് ബാച്ചിലെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിലെ സീലിംഗ് അടന്ന് താഴെ വീണു. ഏകദേശം ഉച്ചയ്ക്ക് സംഭവിച്ചതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു ചെറിയ ഇടവേളയായിരുന്നു. കഷ്ടിച്ചാണ് കുട്ടികൾ അതിനകത്ത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനിയും അത് പൊളിഞ്ഞു വീഴും. അതുപോലെ പല സമയമുണ്ട്. ഇവിടെ നമുക്ക് ഇതൊരു റിമോട്ട് ഏരിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ മൊബൈൽ സൗകര്യങ്ങളോ ഒന്നും നെറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ എക്സാമൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് അങ്ങ് ദൂരെ പോവുകയാണ്, എവിടെയെങ്കിലും നെറ്റ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോവുകയാണ്. അത്ര പരിമിതമായ ഇതാണ്. ഇവിടെ ഒരു BSNL ടവർ ഈ ഇവിടുത്തെ നാട്ടുകാരുടെയും ഈ സ്കൂളിൻ്റെയും ഒക്കെ ആവശ്യപ്പെട്ട് പഞ്ചായത്തും MP MLA തുടങ്ങിയുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും ഒരു ദീർഘകാലത്തെ പരിശ്രമപരമായിട്ട് ഒരു ടവർ തൊട്ട് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തൊരു ടവർ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ആ ടവർ പണി പൂർത്തിയായിട്ടും അത് പ്രവർത്തന സജ്ജമായിട്ടില്ല. അത് വൈദ്യുതിയുടെ ഒരു അഭാവമാണ്. KSEB ബോർഡും ഒക്കെ ആയിട്ടുള്ള ഒരു താരിഫ് പ്രശ്നം പറഞ്ഞിട്ടാണ് അവിടേക്ക് കറണ്ട് കൊടുക്കാത്തൊരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ തികച്ചും ഒരു ഒറ്റപ്പെട്ട മേഖലയാണ് ഈ സ്കൂള്. നമുക്കിവിടെ ഈ സമയത്ത് പോലും നമ്മൾ നിൽക്കുന്നത്, ഇപ്പോൾ ഈ 5 മണി കഴിഞ്ഞ സമയത്ത് പോലും നിൽക്കുന്ന നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ സുരക്ഷിതമല്ലാത്തവരാണ്. കാരണം കാട്ടാനയും കാട്ടുപോത്തും പന്നി തുടങ്ങിയ പുലി തുടങ്ങിയ എല്ലാ വന്യമൃഗ ജീവികളും ഒത്തുകൂടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇതിൻ്റെ തൊട്ട് 200 മീറ്റർ താഴെയാണ് കഴിഞ്ഞ ദിവസം റേഷൻ കട ആന തകർത്തായിട്ട് നമ്മൾ പത്രത്തിലും ന്യൂസിലൊക്കെ ഉണ്ടായത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വന്യജീവി കേന്ദ്രമായ ഈ സ്കൂളിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് എത്തിക്കുന്നതിന് വലിയ ശ്രദ്ധ സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലത്തിലും ഇവിടെ കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് തലത്തിലും എന്ന രീതിയിൽ വലിയ ഇടപെടൽ നടത്തിയാൽ മാത്രമേ അതിൽ. നിലവിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 25 കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 109 കുട്ടികളുമാണ് ഇവിടെയുള്ളത്. അധ്യാപകരും അനധ്യാപകരുമായി 20ഓളം ജീവനക്കാരുമുണ്ട്. ഇതിൽ HMന്റെ ചുമതലയുള്ള അധ്യാപികയ്ക്കു മാത്രമാണ് സ്ഥിരം നിയമനമുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ദിവസവേതനക്കാരാണ്. വന്യമൃഗഭീതിയാണ് വിദ്യാലയം നേരിടുന്ന പ്രധാന വെല്ലുവിളി. മിക്കവാറും ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ ആനകൾ കാടിറങ്ങി സ്കൂൾ പരിസരത്തെത്തും. ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന ആനകൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അടുത്തിടെ ഹൈസ്കൂൾ വിഭാഗത്തിന് അടുത്തുള്ള ഭക്ഷണപ്പുര ആനകൾ തകർത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്കൂളിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള റേഷൻ കടയ്ക്കു നേരെ ആനയുടെ ആക്രമണമുണ്ടായത്. സ്കൂൾ ഗ്രൗണ്ടിലേക്കുള്ള ഇരുമ്പ് ഗേറ്റും ആന തകർത്ത നിലയിൽ കാണാം. സ്കൂൾ പരിസരമാകെ കാട് കയറി കിടക്കുകയാണ്. ഇതിനുള്ളിൽ ഉഗ്രവിഷമുള്ള പാമ്പുകളും കാട്ടുമൃഗങ്ങളും വരെ പതുങ്ങിയിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ചെറിയ കുട്ടികൾ വരെ പഠിക്കുന്ന വിദ്യാലയ പരിസരത്താണ് ഈ ദുരവസ്ഥയെന്ന് കോർപ്പറേഷൻ മാനേജ്മെന്റ് മനസ്സിലാക്കണം. ദുരന്തമുണ്ടായിട്ട് പിന്നീട് സഹതപിച്ചിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവും ഉണ്ടാകണം. സ്കൂളിരിക്കുന്ന സ്ഥലം സുരക്ഷാവേലി കെട്ടി തിരിച്ച് കാടും പടലുമെല്ലാം വെട്ടിനീക്കി കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്താൽ ഏതു സ്വകാര്യ പബ്ലിക് സ്കൂളുകളെയും വെല്ലുന്ന വിദ്യാലയമായി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാറും. എന്നാൽ അതിനുള്ള ഒരു നീക്കുപോക്കും കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് PTA ഭാരവാഹികൾ പറയുന്നത്. ഞാൻ പഠിച്ച സ്കൂളാണ്. സ്കൂളും പരിസരം ഒക്കെ മൃഗങ്ങളുടെ ശല്യം, ആനയുടെ ശല്യം, ഇത് റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞ് കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കണില്ല. സ്കൂളും പരിസരം പാമ്പ്, രാജാവമ്പാല എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്കൂളിൻ്റെ പരിസരമൊക്കെ ആകെ കാട് പിടിച്ച് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കിടക്കുന്നത്. സ്കൂളിലേക്ക് ആരും കുട്ടികളെ കൊണ്ട് ചേർക്കാനുള്ളൊരു മനസ്സ് കാരണവന്മാർ കാണിക്കില്ല. ഇതിൻ്റെ പരിസരം കാണുമ്പോൾ അവരിവിടുന്ന് വിട്ടുപോകും. അവർക്കിത് ഇഷ്ടപ്പെടില്ല. ഈ റിമോട്ട് ഏരിയയാണ്, ഇങ്ങനത്തെ സാഹചര്യത്തിൽ കിടക്കുക കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ പകുതി ആളുകൾ സ്കൂളിൽ ചെല്ലില്ല. ക്ലാസ് റൂമുകളൊക്കെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടികയും എല്ലാ സാധനങ്ങളും ഇളകി താഴെ വീണ് ഒക്കെ കിടക്കാണ്. ബാത്റൂം സൗകര്യം വളരെ മോശം, കുടിവെള്ളം വളരെ മോശം, ക്ലാസ്സുകളിൽ ബോർഡുകൾ അതുപോലെ സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാ ടീച്ചർമാരും വളരെ മോശമായ അവസ്ഥയിൽ പറയണേ. ടീച്ചർമാരും സ്ഥിര അപ്പോയിൻമെൻ്റ് ഇല്ല ഇവിടെ നിലവിൽ. ഒരു ടീച്ചർ അവിടെ ആകെ ഉള്ളൂ.
ആ ടീച്ചർക്ക് അപ്പോൾ ടീച്ചർ പറഞ്ഞ് എനിക്കിന്ന് പരിമിതികളുണ്ട്, അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ മകൾ ഉൾപ്പെടെ ഈ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇതൊക്കെ തന്നെ സ്കൂളിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു ക്ലാസ് മുറിയുടെ സീലിംഗ് അടർന്നു വീണിരുന്നു. ഉച്ചഭക്ഷണത്തിനായുള്ള ഇടവേള സമയമായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കാലങ്ങളായി സീലിംഗിൽ അടിഞ്ഞുകൂടി കിടന്നിരുന്ന പക്ഷികളുടെയും കാട്ടുമൃഗങ്ങളുടെയും കാഷ്ടവും മറ്റു വിസർജ്യങ്ങളും സീലിംഗിനോടൊപ്പം ക്ലാസ് മുറിയിൽ കുമിഞ്ഞുകൂടി. സയൻസ് ബാച്ചിൽ കുട്ടികൾ പഠിക്കുന്ന അത് വീണിട്ട് ഇന്നും കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായില്ല. അത് അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അത് ഒളിഞ്ഞ് വീഴുന്നു മാത്രമല്ല, അത് കാലങ്ങളായി അതിൻ്റെ വീട് മരപ്പട്ടിയും പ്രാവും ഒക്കെയുള്ള അവർ ജീവിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് അത് പൊളിഞ്ഞു വീണത്. അതിൻ്റെ മൂത്രവും കാഷ്ടവും ഉൾപ്പെടെയാണ് ആ ക്ലാസ് റൂമിലും കുട്ടികളുടെ മേത്തേക്കൊക്കെ വീണത്. അത് ഇതുവരേക്കും ഇന്ന് ഈ നിമിഷം വരേക്കും അത് ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്ന് ക്ലാസ് കുട്ടികൾക്ക്, അതായത് നമ്മൾ കഴിഞ്ഞ തവണ നമുക്ക് പോർഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ഈ സ്കൂളിന് 2 സ്കൂൾ ബസ് ഉണ്ട്. ആ ഡ്രൈവർമാരുടെയും ഒക്കെ സഹകരണ അഭ്യർത്ഥിച്ച് നമ്മൾ ഷട്ടിൽ സർവീസ് നടത്തിയിട്ടാണ് ഇവിടെ 9 മണിക്ക് നമ്മൾ ക്ലാസ്, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 10 മണിക്ക് നടത്താൻ സാധിച്ചുള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ജീവനക്കാരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ക്ലാസ് 9 മണിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പക്ഷേ ഇന്നപ്പോൾ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു, നാളെയും ഒരു ക്ലാസ് നഷ്ടപ്പെടും. അപ്പോൾ ആ സ്ഥിതിയിലേക്ക് വന്നു. അത് തികഞ്ഞ അലംഭാവമല്ലാതെ എന്ത് പറയാൻ പറ്റും. നമ്മളിത് കോർപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ വേണ്ടത്ര പരിഗണന ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ കോർപ്പറേഷൻ കൊടുക്കുന്നില്ല. മെയിൻ്റനൻസ് ഒന്നും നടത്താത്തതിനാൽ സ്കൂളിന്റെ ഓഡിറ്റോറിയം നാശമായ അവസ്ഥയിലാണ്. 10,000 ചതുരശ്ര അടിയിലേറെ വിസ്തൃതിയുണ്ട് ഈ ഓഡിറ്റോറിയത്തിന്. അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കിയാൽ മറ്റേതൊരു സ്കൂൾ ഓഡിറ്റോറിയങ്ങളോടും കിടപിടിക്കുന്ന ഓഡിറ്റോറിയമായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ചാലക്കുടി പുഴയിൽ നിന്ന് പൈപ്പ് വഴി എത്തിക്കുന്ന വെള്ളമാണ് സ്കൂളിൽ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. ചില സമയങ്ങളിൽ ചെളിയും മാലിന്യവും കലർന്ന വെള്ളമായിരിക്കും ലഭിക്കുക എന്നും പരാതിയുണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങളും തകർച്ചയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് പണിതീർത്ത ടോയ്ലറ്റ് കെട്ടിടം മറ്റു സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാൽ അടഞ്ഞുകിടക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് പുല്ലും കാടും കയറി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുമാണ്. ജനവാസ മേഖലയിൽ നിന്ന് 8 കിലോമീറ്റർ മാറി വനമേഖലയിലാണ് സ്കൂൾ നിലകൊള്ളുന്നത്. ഈ ചുറ്റുവട്ടങ്ങളിലായി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 100 കണക്കിന് കെട്ടിടങ്ങൾ ഉപയോഗമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ചു കിടക്കുന്നുണ്ട്. അതിൽ കുറച്ചെണ്ണത്തിന്റെ ഓടും മരവും വിൽപ്പന നടത്തിയാൽ തന്നെ പ്ലാന്റേഷൻ സ്കൂളിന്റെ ദൈന്യത പരിഹരിക്കാനുള്ള പണം ലഭിക്കും. എന്നാൽ അതിനുള്ള സന്മനസ്സൊന്നും പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഇടപെടലാണ് ഇനി ഉണ്ടാകേണ്ടത്. ചാലക്കുടി MP-യും അങ്കമാലി MLA-യും അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തുമെല്ലാം ചേർന്ന് ഇതിന് മുന്നിട്ടിറങ്ങണം. ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മലനിരകളുടെ മടിത്തട്ടിൽ ശുദ്ധവായു ശ്വസിച്ച് ശബ്ദകോലാഹലങ്ങളില്ലാതെ ആയിരങ്ങൾക്ക് അറിവ് പകർന്നു തിളങ്ങി നിന്നിരുന്ന ഈ വിദ്യാലയത്തിന് പൂട്ടുവീഴും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.